ഹാപ്പി സൺഡേ എവരി വൺ. അപ്പം ഞാൻ ലഞ്ചിന് നമുക്ക് ഏറ്റവും നൊസ്റ്റാൾജിക് ആയിട്ടുള്ളതാണ് പൊതിച്ചോറ്. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പൊതിച്ചോറ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളുടെ ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് എന്തൊക്കെ കാര്യം അതൊക്കെ സിമ്പിൾ സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്നും എങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തതെന്നും കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചമ്പാവരി ചോറാണ് എടുത്തത്. അതിൻ്റെ കൂടെ കുമ്പളങ്ങ ഇട്ടിട്ടുള്ള മോരുകറി ഉണ്ടാക്കി, പിന്നെ പാവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കി. ഇതെല്ലാം ഞാൻ പണ്ട് കോളേജിൽ പോകുന്ന സമയത്ത് മെയിനായിട്ട് അച്ഛനും അമ്മയുണ്ട്, പക്ഷേ അച്ഛൻ ഇതുപോലെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പം അതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ആഡ് ചെയ്തേക്കുന്നത്. ചിക്കൻ വരട്ടിയതുണ്ട്, പിന്നെ മീനുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയല്ലല്ലോ, നമുക്ക് എന്താ പറയുക, മുള്ളുള്ള ഒരു മീൻ കഷ്ണം ഉണ്ടാവും ചോറിൻ്റെ കൂടെ, പിന്നെ അച്ചാറുണ്ടാവും, ചമ്മന്തി ഉണ്ടാവും. അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ അച്ഛൻ ഇതുപോലെ തന്നെ ഉച്ചയ്ക്ക് ട്രെയിനിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പൊതിച്ചോറ് ഉണ്ടാക്കി തരുമായിരുന്നേ. അപ്പോൾ അതിനകത്ത് എന്താ പറയുക, ബീഫൊക്കെ മസ്റ്റായിരുന്നു അന്ന്. അച്ഛന് എന്താണെന്നറിയില്ല, ബീഫൊക്കെ അതിനകത്ത് ആഡ് ചെയ്യും. ബീഫെല്ലാം ഇടും. എന്നാൽ അത് ഇങ്ങനെ കൈയൊക്കെ ക്ലീൻ ചെയ്യണമെന്നും ചിന്തിക്കില്ല. അച്ഛനതങ്ങ് നന്നായിട്ടെല്ലാം എന്താ പറയുക ലാവിഷായിട്ടിടും. അപ്പോൾ ഞാനെന്ത് ചെയ്യും, ഈ കൈയൊക്കെ എന്താ പറയുക ഇനി ഇതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, ബുദ്ധിമുട്ടാവില്ലേ തുടയ്ക്കാനൊക്കെ, എന്നിട്ട് അത് സേവ് ചെയ്ത് അവിടെ പോയിട്ട് റൂമിൽ പോയിട്ടാണ് കഴിക്കുക. അപ്പോൾ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് അതങ്ങ് തുറക്കുമ്പോഴുള്ള ഒരു മണം, ആഹാ, എന്നിട്ട് ഓരോന്ന് കഴിക്കും. അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ ഉണ്ട് ഈ പൊതിച്ചോറ് ഉണ്ടാകുന്ന സമയത്ത്. ശരിക്കും ഐ മിസ്സിങ് ദോസ് ഡേയ്സ്. പക്ഷേ എങ്കിലും എന്താ പറയുക, അതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാമല്ലോ. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് എന്താ പറയുക ചെയ്തു കൊടുക്കാം. സോ ദേ വിൽ എൻജോയ് ഇറ്റ് ജസ്റ്റ് ലൈക്ക് ദ വേ ഹൗ വി എൻജോയ്ഡ് ഇറ്റ്. പിന്നെ നമുക്ക് തന്നെ എൻജോയ് ചെയ്യാമല്ലോ. അവർ മാത്രമല്ല, ഇതുണ്ടാക്കിയിട്ട് മെയിനായിട്ട് കഴിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. അവർക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇച്ചിരി എടുത്ത് വായി വെച്ച് കൊടുക്കും. പിന്നെ ഏട്ടൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര ഭയങ്കര ഫേവറേറ്റ് അല്ല. ഞാനാണ് ഈ നൊസ്റ്റാൾജിക് ടേസ്റ്റിൻ്റെ മെയിൻ ആൾ കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും വേണം പോയിട്ട് പൊതിച്ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് കേട്ടോ. എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്ലീസ് കണ്ടിന്യൂ സപ്പോർട്ടിങ് മൈ ചാനൽ. അപ്പോൾ ബൈ ബൈ, സീ യു ലേറ്റർ.